രജിത്തെ, സ്ത്രീകളുടെ പ്രസവശേഷം 1, 2, 3 പ്രസവങ്ങൾക്ക് ശേഷം മറ്റൊരു കടമ്പയുണ്ട്, പ്രസവം നിർത്തൽ എന്നൊരു കടമ്പ. അതായത് അവർ ഉദ്ദേശിക്കുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. ഇനി ഗർഭധാരണം തടയുന്നതിനായുള്ള ഒരു പ്രൊസീജിയറിനെയാണ് ഉദ്ദേശിക്കുന്ന, ഒരു സർജറിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളിലെ വന്ധ്യംകരണം, സ്ത്രീകളിലാണ് ഈ പ്രസവം നിർത്തൽ സർജറികൾ ചെയ്യുന്നതൊക്കെ. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഇത് പുരുഷന്മാരിലും പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. തത്തുല്യമായി ഇനി സന്താനോൽപാദനം താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ സ്ത്രീകളിലേക്ക് ഇത് ചുരുങ്ങിപ്പോയത്? അതെനിക്ക് തോന്നുന്നു വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ ഇതിനെപ്പറ്റി വലിയ അവെയർ അല്ല. പിന്നെ അത് കൂടാതെ സ്ത്രീകളാണ് ഇതിൻ്റെയൊക്കെ, അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സ്ത്രീകളാണ് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത് എന്നുള്ള സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടും കൂടി ഇതിന് കാരണമാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും റിസ്ക് കുറഞ്ഞത് പുരുഷ വന്ധീകരണമാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു 15-30 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. റിസ്ക് എലമെന്റ്സും വളരെ കുറവാണ്. എന്നിട്ടും ഇത് കൂടുതൽ, എനിക്ക് തോന്നുന്നു ശതമാനത്തിൽ വളരെ കുറവ് മാത്രമാണ് പുരുഷന്മാർ ഇതിന് തയ്യാറാവുന്നത്. അതെ, ഞാൻ ഈ ഫോറിനേഴ്സിന്റെ റീലുകളൊക്കെ കാണുമ്പോൾ പല റീലുകളും കണ്ടിട്ടുണ്ട്. വാസെക്ടമി, അതായത് പുരുഷന്മാരിലെ വന്ധ്യകരണം ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരെന്ന് പറയുന്നത് വാസെക്ടമിയാണ്. അതായത് അവരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ആ ട്യൂബ് ഡൈസെക്ട് ചെയ്യുന്ന, അതിലൊരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രൊസീജിയറാണ് വാസെക്ടമി. അപ്പോൾ ഫോറിനേഴ്സിൽ വാസെക്ടമി ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീലുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിളുമാണ്. പക്ഷെ കേരളത്തിൽ ആരും അങ്ങനെ ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കാം. പക്ഷെ പൊതുവെ 1% ആളുകൾ പോലും ചെയ്തതായി കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളിലെ ഈ പറഞ്ഞ ഫാലോപ്പിയൻ ട്യൂബ് ഡൈസെക്ട് ചെയ്യുന്ന ട്യൂബെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയറിനേക്കാളും എന്തുകൊണ്ടും സേഫും അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞതുമായ ഒരു പ്രൊസീജിയറാണ് വാസെക്ടമി, പുരുഷന്മാരിലെ വന്ധ്യംകരണം. ഇന്ന് നടന്നു പോയി ഹോസ്പിറ്റലിൽ പോയി പ്രൊസീജിയർ രാവിലെ പോയി ചെയ്താൽ വൈകിട്ട് നടന്ന് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പ്രൊസീജിയർ ആണത്. പക്ഷെ ഇത് പലർക്കും അറിയില്ല. അറിഞ്ഞാൽ കൂടി പുരുഷന്മാരെ എന്ന സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആണത്വം എന്നുള്ളത് ഇല്ലാതാവുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹം ചാർത്തി കൊടുത്തൊരു മറ്റൊരു തലവേദന. പുരുഷൻ അത് ഈ പുരുഷ ഭേദാവിത്വമുള്ള ഒരു സമൂഹത്തിൽ ഇതേ നടക്കുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ ചേഞ്ചസ് വന്നിട്ടുണ്ടാകാം, ഈ പറയുന്ന പോലെ അറിയാത്തതാകാം, പലരും ചെയ്യുന്നതും ഉണ്ടാകാം. ചിന്തകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഇപ്പം ആണത്വമില്ലായ്മ എന്ന് പറയുമ്പോൾ പുരുഷൻ ഇങ്ങനൊരു കഴിവില്ലെങ്കിൽ പുരുഷനല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ ഇത് വളരെ കുറവായിട്ടേ നടക്കൂ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ സ്ത്രീകളുടെ പ്രസവം നിർത്തിയതിനു ശേഷം ഈ പറഞ്ഞ സെക്ഷൽ റിലേഷൻഷിപ്പിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെയാണ് പുരുഷന്മാരിലും. അതെ, അത് പലർക്കുള്ള ഒരു ഡൗട്ടാണ്, ഒരു മിഥ്യാധാരണയാണ്. ഇതിന് ലൈംഗിക ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ താരതമ്യേന ചിലവ് കുറവും പുരുഷന്മാരുടെ വാക്സിറ്റമി ചെയ്യുന്നതാണ്. അത് ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവെയർ അല്ലാത്ത ഒരു കാരണമാണ്. അവെയർ ആണെങ്കിൽ കൂടി ചെയ്യാനുള്ള നാണക്കേടും ഈ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ഒരു സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുന്നു, ഒരു 3ാം പ്രസവം കഴിഞ്ഞ് ഒരു പ്രസവിച്ച യുവതി അമ്മയെ കാണാൻ പോകുന്ന ബന്ധുക്കൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രസവം നിർത്തിയോ? പക്ഷെ ഒരിടത്ത് പോലും കുട്ടിയുടെ അച്ഛനോട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഗൃഹനാഥനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ട്ണറിനോടോ പോയി പ്രസവം നിർത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം പോലും നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചോദിക്കാൻ പോസിബിൾ അല്ല. ഇപ്പൊ എനിക്കൊന്നു ഈ വീഡിയോ കാണുന്നതിൽ ഒരു 50% പേർക്ക് പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇങ്ങനെ പുരുഷന്മാരിലും ഇത് പോസിബിൾ ആണ് എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ ഇതെല്ലാം കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരല്ല, നമ്മളിത് പല സോഴ്സിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. റിസർച്ച് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രം. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്താണോ നിങ്ങൾക്ക് ആസ് എ കപ്പിൾ നിങ്ങൾക്ക് എന്താണോ ആപ്ലിക്കബിൾ അത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഇപ്പം ഒരു വിദഗ്ധരായ ഡോക്ടർ നമ്മൾ സംസാരിച്ച സമയത്ത് മനസ്സിലായ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പുരുഷന്മാരിലെ വന്ധ്യീകരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് കുറവാണ്, പിന്നെ നമ്മുടെ മേജർ ആയിട്ടുള്ള സർജറി കാര്യങ്ങളൊന്നും അല്ല. ഈ പറഞ്ഞ പ്രസവം നിർത്തൽ സ്ത്രീകളിൽ ചെയ്യുമ്പോൾ അത് ഒരു സർജറിയാണ്, അനസ്തീഷ്യ കൊടുത്ത്, ലൈക് ജനറൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. 1 മണിക്കൂറിന് മേളിൽ വരുന്ന പ്രൊസീജിയറാണ്. മുഴുവനായിട്ട് അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇടുപ്പിന് താഴോട്ടുള്ള രീതിയിൽ അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും. പക്ഷെ പുരുഷന്മാരിൽ നമ്മൾ ഏത് ലോക്കൽ അനസ്തീഷ്യ മാത്രം അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ.
അതുപോലെ റിക്കവറി എന്ന് പറയുന്നത് ടൈം ഡിഫറെന്റ് ആണ്. സ്ത്രീകളിൽ 3-4 ആഴ്ചകൾ എടുക്കും ഈ പറഞ്ഞ ഒരു ചെറിയ പ്രൊസീജിയർ കഴിഞ്ഞ് റിക്കവറി ചെയ്ത് പഴയ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരേ പുരുഷന്മാരിൽ ഞാൻ പറഞ്ഞല്ലോ ദിവസങ്ങൾ മാത്രമാണ് അതിൽ ഒരു റിക്കവറി പീരീഡ് എന്ന് പറയുന്നത്. ഈ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ്, അതായത് ഈ സർജറി കഴിഞ്ഞിട്ട് അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് 1-2% മാത്രമാണ് പുരുഷന്മാർക്കുള്ളത്. സ്ത്രീകളിൽ അത് കാരണം സർജറി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടുതലാണ്. ഇതിന്റെ എല്ലാം ബേസിക്കലി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റീപ്രൊഡക്ഷന്റെ ഒരു ഫൈനൽ സ്റ്റേജ്, അതായത് പ്രസവം അല്ലെങ്കിൽ ജെസ്റ്റേഷൻ, കുഞ്ഞിനെ വയറിൽ ക്യാരി ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യുന്നത് ജന്തുജാലങ്ങളിൽ സ്ത്രീകളാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പ്രസവത്തിന്റെ മുഴുവൻ ഉത്തരവാദികൾ സ്ത്രീകളല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യരുടെ കാര്യം വിട്ട് നായകളുടെ കാര്യം എടുക്കാം. ഇപ്പോൾ ഒരു ആൺപട്ടിയും പെൺപട്ടിയും വീട്ടിലുണ്ടെങ്കിൽ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ളൊരു പ്രൊസീജിയർ വീട്ടുകാർ ചെയ്യാറുണ്ട്. പക്ഷെ അതെപ്പോഴും ചെയ്യുന്നത് പെൺപട്ടികളിലായിരിക്കും. പക്ഷെ ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നത് ആൺപട്ടികളിലാണ്. കാരണം പെൺപട്ടിക്ക് ഒരു തവണ ഗർഭം ധരിച്ച് അതിനെ പ്രസവിക്കുന്നത് വരെ അത് സേഫാണ്. പക്ഷെ ആ ബാക്കിയുള്ള അത്രയും കാലം ഈ ആൺപട്ടികളിൽ ഈ പറഞ്ഞ പ്രൊസീജിയർ നടക്കുന്നത്, റീപ്രൊഡക്ഷൻ തന്നെ നടക്കുന്നതും പോസിബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും സേഫും അല്ലെങ്കിൽ അക്സെപ്റ്റബിളുമായിട്ടുള്ള ഒരു കാര്യമാണിത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ എന്താണോ റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ് ചെയ്യേണ്ടത്. പക്ഷേ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു സ്റ്റിഗ്മയാണ്, ഓക്കെ സ്ത്രീകൾ ചെയ്യണം എന്നുള്ള ആ ഒരു ഫാക്ടർ മാത്രം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഇത്രയും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അല്ല, എപ്പോഴും ഈ സ്റ്റെറിലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ പുരുഷന്മാർക്ക് ഇപ്പൊ ഇതിനെ പറ്റി ഒരു അവയർനെസ് കിട്ടി, അവയർ ആണ് അവര്, ഇപ്പൊ ഈ ചികിത്സാ രീതിയെ പറ്റിയെല്ലാം നല്ല ബോധം ഉണ്ടെങ്കിൽ അവരിതിന് തയ്യാറാവുമോ ഈ ഒരു സൊസൈറ്റിയിൽ? പിയർ പ്രഷർ എന്ന് പറഞ്ഞ പിയർ പ്രഷർ അല്ല, എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പുരുഷൻ ഈ പറഞ്ഞ വാസക്ടമി ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ, ലൈക്ക് സോഷ്യൽ ലൈഫിൽ കാണുന്ന ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്ത് തരത്തിലാണ് ഇയാളുടെ അടുത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കമൻറ്റുകളാണ് പറയാൻ പോകുന്നത് നമുക്കറിയില്ല. ഇതൊരു സ്ത്രീ ചെയ്താൽ ചിലപ്പോൾ അത് കമൻറ്റബിൾ ആയിരിക്കില്ലേ, കമൻറ്റ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാലൊന്നും തിരിച്ചു പറയുന്നൊരു പ്രൊസീജിയർ നമ്മൾ സാധാരണ ഇവിടെ കാണാറില്ല. പക്ഷെ പുരുഷന്മാരത് ചെയ്താൽ ചിലപ്പോൾ കളിയാക്കലുകൾ നേരിടേണ്ടി വരാം. ഇതിന് മുൻപും ശേഷവും എടാ അത് വേണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം പൊതുവെ ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഇതിന് വിമുഖത കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃത്യമായ അവയർനെസ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഓക്കെ ലൈക്ക് പുരുഷന്മാർ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു തോട്ട് അവർക്ക് വരുമല്ലോ. അതെ, അത് കുറച്ചുകൂടി നോർമലൈസ് ചെയ്തത് നല്ലതായിരിക്കും. നോർമലൈസ് ചെയ്യപ്പെടണം. അത് ചെയ്യാത്തതാണ് ഇത് മാത്രമല്ല പല കാരണങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്. ഒരാൾക്ക് എൻ്റെ മൈൻഡ് സെറ്റ് മാറിയാൽ മാത്രം പോരല്ലോ, എനിക്ക് ചുറ്റുമുള്ളവരുടെ മൈൻഡ് സെറ്റും ഇതിന് ലൈക്ക് അഡാപ്റ്റബിൾ ആയിരിക്കണം. ഇപ്പൊ എനിക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ ചുറ്റുമുള്ളവർ അയ്യേ ഇവളിതെന്തോ ഈ പറയുന്നത് എന്ന് 2 തവണ പറഞ്ഞാൽ 3ാമത്തെ തവണ ഞാനിത് പറയാൻ എനിക്കൊരു മടിയുണ്ടാകും. അതുപോലെയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതെ, കണ്ണാടി വെച്ച ആളെ നോർമലായിട്ട് കാണുമ്പോൾ ചെവിക്ക് കേൾവിക്കുറവുള്ള ആളെ മറ്റൊരു കുറവുള്ള ഒരാളെ ആയിട്ട് കാണുന്ന പോലെ ഒരു മാറ്റം ഉണ്ടാവണം. എല്ലാത്തിനും എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയനെ അല്ലെങ്കിൽ ഒരു പുരുഷൻ അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയാളുടെ വഴിക്ക് വിടുക, അയാളുടെ ഇഷ്ടം. ഡോക്ടർ പറയുന്ന പോലെ അവരുടെ ആരോഗ്യം നോക്കി അവർ ചെയ്യാൻ തയ്യാറായ ഒരു കാര്യം അവരെ ചെയ്യുന്നതിൽ നിന്ന് സമൂഹം അവരെ പിന്തിരിപ്പിക്കാതിരിക്കുക. ദാറ്റ് ഈസ് എ റെസ്പോൺസിബിൾ തിങ് ദേ ആർ ഡൂയിങ്.